അതിൻ്റെ ഭാഗമായിട്ട് ഇക്കാക്ക് 7 മണിയാകുമ്പോഴത്തേക്കും ദുബായിലെത്തേണ്ടതുള്ളതുകൊണ്ട് ഈത്തപ്പഴം വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ നേരെ ദുബായിലേക്ക് വിട്ടു. റമദാൻ 10 ആയിരുന്നേക്ക്. അങ്ങനെ നമ്മൾ ദുബായിലെത്തിയ സമയത്ത് നമുക്ക് ഈ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന സമയത്ത് ഈ ദുബായ് കാണുമ്പോൾ ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഈ ചിത്രങ്ങളിലൊക്കെ ഇങ്ങനെ വരച്ച് കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ അതേ ഒരു ഫീലാണ്. നിങ്ങൾക്ക് അത് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഈ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നതും നമ്മളെ കണ്ണിന് പടച്ചോൻ തന്നിട്ടുള്ള ഒരു കഴിവും അത് ഒരു ക്യാമറക്കും പകർത്താൻ പറ്റില്ലല്ലോ. അതൊരു അത്ഭുതം തന്നെയാണ്. ഈ ഒരു ദുബായിലെ ഈ കെട്ടിടങ്ങളും അതൊക്കെ കാണുമ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ദുബായിലെത്തുമ്പോഴും എനിക്ക് അത്ഭുതമാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്, ബാങ്കേ. വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ 7:30 മണി 8 മണിയാകുമ്പോഴത്തേക്കും സത്വ സ്ട്രീറ്റിലൂടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് സത്വ സ്ട്രീറ്റിലൂടെ നടന്ന് റാവി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. റാവി റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഒരുപാട് റീൽസിലും ഷോർട്സിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടുത്തെ ഫുഡ് എങ്ങനെയാണ്, അടിപൊളിയാണെന്നൊക്കെ. അപ്പോഴേ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചതാണ് ഒരിക്കലെങ്കിലും റാവി റെസ്റ്റോറൻറ്റിൽ ഒന്ന് പോകണമെന്ന്. അങ്ങനെ അവിടെയൊക്കെ എത്തിയിട്ട് ഓർഡറൊക്കെ കൊടുത്ത് പിന്നെ പാകിസ്ഥാനി ഫുഡിൽ മഗസും ഹലീമും ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് മഗസും ഹലീമും. എല്ലാം കൂട്ടി അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് നോമ്പൊക്കെ തുറന്നിട്ട് നേരെ സത്വ സ്ട്രീറ്റിനോടും ബൈ ബൈ പറഞ്ഞ് നേരെ നമ്മുടെ അബുദാബിയിലേക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ ബൈ.